നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഓം നമ ശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഗം ഗണപതേ നമഃ എന്നിങ്ങനെ ലളിതവും ഹ്രസ്വവുമായ മന്ത്രങ്ങളിലൂടെ ഇഷ്ടദേവനെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. ഏകാഗ്രതയോടെ ചെയ്യുന്ന ഇത്തരം ജപങ്ങൾ അതിശക്തമായ ഫലങ്ങൾ നൽകുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്ത വിധം വിവിധ പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ എങ്ങനെയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, തിരക്കിനിടയിൽ വീണു കിട്ടുന്ന സമയമെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് ഉത്തരം. അവിടെ ശരീരശുദ്ധിയേക്കാൾ മനഃശുദ്ധിക്കാണ് പ്രാധാന്യം എന്നുകൂടി അറിയുക. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ग्रहनुत चरणे गुहसुतदायिनि नत जन सुखदे कामाक्षी गुरु गुह जननी गुरु कल्याणम कुंजरि जननी कामाक्षी गुरु गुह जननी गुरु कल्याणम कुंजरि जननी कामाक्षी.
എന്നത് ഏതൊരു ദൈവികമായ ഉത്സവങ്ങളുടെയും സമാപനത്തിന് അനുബന്ധമായി നടത്തുന്ന താന്ത്രിക ചടങ്ങാണ്. ശക്തി ദേവതകളെയും മറ്റു മൂർത്തികളെയും ഭൂതഗണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണിത്. ശബരിമലയിലെ മകരവിളക്കിന് ശേഷവും ഇത് നടത്തപ്പെടുന്നു. അതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഭഗവാൻ ശ്രീധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ മാത്രം ക്ഷേത്രമല്ല ശബരിമല ക്ഷേത്രം. അവിടെ നിരവധിയായിട്ടുള്ള ഉപദേവന്മാരുണ്ട്, മാളികപ്പുറത്തമ്മയുണ്ട്. ഒപ്പം തന്നെ ഭഗവാൻ ശബരിമലയിൽ ഇരിക്കുന്ന ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്ന മൂർത്തി 18 മലയ്ക്കും അധിപനാണ്. ആ ഭഗവാന്റെ ആ മലകളിലൊക്കെ തന്നെ മലദൈവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആരാധനയ്ക്ക് പ്രകൃതിയുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. ഞാൻ തന്നെ പലതവണ നമ്മുടെ ഈ ചർച്ചകൾക്കിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ വനത്തെ പോലും ഭഗവാന്റെ പൂങ്കാവനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത്രയധികം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അതിന് പ്രാചീന കാലത്തോളം പഴക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ ഓരോ കാലത്തും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അയ്യപ്പസ്വാമി തന്നെ ഒരു ദേവി ഉപാസകനായിരുന്നുവെന്നും അദ്ദേഹം ഉപാസിച്ചിരുന്ന ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ എന്നും വ്യാഖ്യാനമുണ്ട്. ഭഗവാന്റെ ക്ഷേത്രം ആ ശബരിമലയിൽ പണി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു വനവാസികൾ ആരാധിച്ചിരുന്ന ഒരു ദേവീ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ തന്നെ ഒരു ഭഗവതി സാന്നിധ്യം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭദ്രകാളി സാന്നിധ്യം, ഒരു പരാശക്തിയുടെ സാന്നിധ്യം പ്രകടമായിട്ട് തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭദ്രകാളി ആയതുകൊണ്ടും പരാശക്തി ആയതുകൊണ്ടും ആദിമ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാൽ ആരാധിക്കപ്പെട്ട മൂർത്തി ആയതുകൊണ്ടും ഗുരുതി എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനത്തിന് അവിടെ വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി കഴിഞ്ഞ് ഇത്രയും കാലം നമ്മൾ സഞ്ചരിച്ചിട്ടും ഇപ്പോഴും ശബരിമലയിൽ ആ ഗുരുതി പൂജ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ അധ്യായത്തിൽ ആ ഗുരുതിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ഗുരുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും മനസ്സിലേക്ക് വരുന്നത് എന്തോ ചില ബലികർമ്മങ്ങൾ പോലെയുള്ള ചില ദുഷിച്ച പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ ഒരു ധാരണ പല ആളുകൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഗുരുതി എന്നുള്ളത് സനാതനമായിട്ടുള്ള ആരാധനാക്രമങ്ങളുടെ ഒരു പാരമ്പര്യത്തിൽ പെടുന്ന ഒരു ആചാര അനുഷ്ഠാനം തന്നെയാണ്. ഒരിക്കലും അതിനെ മോശമായിട്ട് കാണരുത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ചോറ്റാനിക്കരയിൽ എല്ലാ ദിവസവും ഗുരുതിയുണ്ട്. ഏതോ 1-2 ദിവസം മാത്രമേ ഗുരുതി ഇല്ലാത്ത ദിവസം ഭഗവതിക്ക് അവിടെ ഉള്ളൂ. അപ്പോൾ ഗുരുതി എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട ആരാധനാക്രമമാണ്. അത് ഭഗവതിക്കാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അത് ഭദ്രകാളിക്കാണ് ഗുരുതി എന്ന് പറയുന്നത്. അമ്മയുടെ ദാഹം ശമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നമ്മൾ നടത്തുന്നത്. ശബരിമലയിൽ നടത്തുന്ന ഗുരുതിയും പൂർണ്ണമായും ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി തന്നെയാണ്. കാരണം ആ സ്ഥലം, ആ മലയിരിക്കുന്ന ഭാവം, അല്ലെങ്കിൽ മലദൈവങ്ങൾ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ തന്നെ ഭദ്രകാളിയാണ്. അതുകൊണ്ട് ഭദ്രകാളിക്കാണ് ഗുരുതി. ഇത് നടക്കുന്നത് മകരവിളക്ക് കഴിഞ്ഞ് 6ാമത്തെ ദിവസമാണ്. മകരവിളക്കിന് 6ാം ദിവസമാണ് മാളികപ്പുറത്തിന് സമീപമായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഗുരുതി തറയിൽ ഗുരുതി നടക്കുന്നത്. ഗുരുതി നടത്താനായിട്ടുള്ള കാർമ്മികത്വം വഹിക്കുന്നത് ഭഗവാന്റെ മണിമണ്ഡപത്തിലെ ആരാധനയ്ക്കും കളമെഴുത്തു പാട്ടിനും പരമ്പരാഗതമായിട്ട് അവകാശം സിദ്ധിച്ചിട്ടുള്ള റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ് ഗുരുതി പൂജ നിർവഹിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഭക്തരാണ് ആ ഗുരുതി പൂജ കാണാനായിട്ട് ആ സമയത്ത് മാളികപ്പുറത്തിന് സമീപത്തായിട്ട് ഉണ്ടാവാറുള്ളത്. ഒപ്പം തന്നെ ദേവസ്വം അധികൃതരുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഭക്തർ ആ ഗുരുതി കണ്ട് ദർശിച്ച് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുകയും ചെയ്യുന്നു. ഗുരുതി കഴിഞ്ഞതിന് ശേഷം ഒരു ഭക്തനും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ക്രമം. പിറ്റേ ദിവസം രാവിലെ പന്തളത്ത് രാജവംശത്തിലെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ഭഗവാനെ കാണാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഗുരുതി കഴിഞ്ഞാൽ എല്ലാ ഭക്തരും മല ഇറങ്ങിക്കൊള്ളണം എന്ന് തന്നെയാണ്. ഗുരുതി കഴിഞ്ഞ് വീണ്ടും സന്നിധാനത്ത് തുടരുന്നത് ആചാരപരമായും അനുഷ്ഠാനപരമായും തെറ്റാണ്. ഗുരുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മല ഇറങ്ങുക എന്നുള്ളതാണ്. പല വ്യാഖ്യാനങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗുരുതി കഴിഞ്ഞതിന് ശേഷം ശബരിമലയിൽ തുടർന്ന പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നും അവിടെ തന്നെ കാർമ്മികത്വം വഹിക്കുന്ന
കുറുപ്പന്മാരുടെ പരമ്പരയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുതി കഴിഞ്ഞാൽ ഉടനെ സന്നിധാനം വിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇത് പരസ്യമായി നടക്കുന്ന ഒരു ഗുരുതിയാണ്. ഒപ്പം തന്നെ ശബരിമലയിൽ ഒരു ഗുരുതി കൂടി നടക്കാറുണ്ട്. അത് പമ്പയിലാണ് നടക്കുന്നത്. അത് കുറച്ചുകൂടെ രഹസ്യ സ്വഭാവത്തിലുള്ള ഗുരുതിയാണ്. വിഷുപൂജകൾക്ക് ശേഷമാണ് ആ ഗുരുതി നടക്കുന്നത്. അതും റാന്നി കുന്നേക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാർ തന്നെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ശബരിമലയിൽ ഗുരുതിയുണ്ട്. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. അത് കാണാൻ വേണ്ടി മാത്രം പോകുന്ന ഭക്തരുണ്ട്. ഭഗവതി ഭദ്രകാളുടെ പ്രീതിക്കാണ് അത് ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കി ആ ഗുരുതി കാണാനുള്ള ഭാഗ്യവും എപ്പോഴെങ്കിലും ശ്രീധർമ്മശാസ്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു കഥയുമായി വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. സ്വാമി ശരണമയ്യപ്പ. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങൾ ദേവീ ഉപാസനയ്ക്ക് ഉത്തമമായ ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോയി ദീപാരാധന കാഴ്ചകൾ കണ്ടുമടങ്ങാം. നീലക്കൊടുവേലി പൂക്കുന്ന കാനന ഭംഗികളിൽ നിന്ന് ഒഴുകി വരുന്ന അച്ചൻകോവിലാർ ഇവിടെ എത്തുന്നത് വലഞ്ചുഴി ദേവിക്ക് മുന്നിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ തന്നെയാണ്. അച്ചൻകോവിലാർ ക്ഷേത്രത്തിന് 3 വശങ്ങളിൽ കൂടി വലം വച്ചൊഴുകുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് വലഞ്ചുഴി എന്ന പേര് വന്നത്. പത്തനംതിട്ട ജില്ലയിൽ അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രം. പ്രകൃതി വരച്ചിട്ട ഹരിതാർദ്രമായ ചിത്രങ്ങളിൽ ഒന്നാണ് വലഞ്ചുഴി ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശങ്ങളും. ഇവിടത്തെ ഭൂമിയും മാനവും മരങ്ങളും പൂക്കളും ഇലകളുമൊക്കെ ദേവീമന്ത്രം ഉരുവിട്ട് ധ്യാനത്തിലാകുമ്പോൾ അച്ചൻകോവിലാറിന്റെ ആത്മീയ താളങ്ങളിലേക്ക് നോക്കി ദേവിയുടെ ചെറുപുഞ്ചിരി. ഇവിടെ ദേവി ഭദ്രകാളിയായിട്ടാണ് വാഴുന്നതെങ്കിലും ശാന്തസ്വരൂപിണിയാണ്. ക്ഷേത്രമുറ്റത്ത് നിന്നാൽ അച്ചൻകോവിലാറിന്റെ 2 ദിശകളിലേക്കുമുള്ള ഒഴുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. ക്ഷേത്രത്തിനെ വലം വച്ച് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒരുപോലെ ഒഴുകുന്ന നദി ക്ഷേത്ര അന്തരീക്ഷത്തിന് അപാരമായ ആത്മീയ ആകർഷണമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മീയ പ്രപഞ്ചത്തിലിരുന്നുള്ള ധ്യാനവേളകൾ ആത്മാവിലും ശരീരത്തിലും അനിർവചനീയമായ ആത്മീയ ഹർഷമുണ്ടാക്കുന്നത്. ഇവിടുത്തെ പ്രഭാതങ്ങളും സന്ധ്യകളും നിലാവുമൊക്കെ സത്യാന്വേഷണത്തിന്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളാകുമ്പോൾ ഈ പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം തിരിച്ചറിയുന്ന ഓരോ ആത്മീയ സഞ്ചാരികളും ഈ മോക്ഷഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്നതാണ് പരമാർത്ഥം. പ്രകൃതിയുടെ സുന്ദരഭൂവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ലളിതമായ രൂപസൗന്ദര്യമാണ്. അതിപുരാതനമായ ബലിക്കല്ല് ലോഹത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അകത്ത് നമസ്കാര മണ്ഡപത്തിന്റെ തൂണുകളിലും ലോഹം പൂശിയിരിക്കുന്നത് വളരെ ആകർഷണീയമാകുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെ പടികളിലും വശങ്ങളിലും ലോഹം പൂശിയിരിക്കുന്ന കാഴ്ച ചതുര ശ്രീകോവിലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വലഞ്ചുഴി ദേവിയെ ദർശിച്ച് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെയിലൊളികൾ വീണ് സ്വർണപ്രകാശം വിതറുന്ന അഷ്ടദിക്പാലകന്മാരെയും നിർമാല്യധാരിയെയും കാണാം. നാലമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികളിൽ കൂടി നടക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ ഉരുമ്മി വരുന്ന കാറ്റിന് അത്യപൂർവമായ ഔഷധ സുഗന്ധമാണ്. അങ്ങനെ വലഞ്ചുഴി ദേവീ ദർശനം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും നിത്യചൈതന്യത്താൽ
നിരന്തരം ശുദ്ധീകരിച്ച് സ്വാസ്ഥ്യത്തിൽ എത്തിക്കുന്നു. 1000-ൽ പരം വർഷം പഴക്കമുള്ളതാണ് ഇവിടത്തെ മൂലപ്രതിഷ്ഠ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും ഒരു യോഗീശ്വരനാൽ കുടിയിരുത്തപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന വാളും ചിലമ്പും ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിഗ്രഹ അനുശക്തികൾ ഒരുപോലെ നിലകൊള്ളുന്ന വലഞ്ചുഴി ഭഗവതിയെ അറിഞ്ഞു വിളിക്കുന്നവർക്ക് ആശ്രയമായതിന് അനുഭവ സാക്ഷ്യങ്ങൾ നിരവധിയാണ്. കേരളത്തിൽ ഒരു കാലത്ത് മാരകമായി പടർന്നുപിടിച്ച വസൂരി പോലുള്ള മാരക രോഗങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിത്തും കലവും സമർപ്പിക്കുന്നത് ശാന്തി ഹേതുവാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇന്നും രോഗവിമുക്തിക്കായി വിത്തും കലവും വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ദക്ഷിണ കേരളത്തിൽ വിസ്തൃതമായ ക്ഷേത്രക്കാവുള്ള ക്ഷേത്രങ്ങളിൽ ഗണനീയ സ്ഥാനമാണ് വലഞ്ചുഴി ക്ഷേത്രത്തിനുള്ളത്. നിബിഡമായ ക്ഷേത്രക്കാവിൽ നിരവധി അപൂർവ ഔഷധങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സർപ്പദോഷ പരിഹാരങ്ങൾക്കായി തുലാം മാസത്തിലെ ആയില്യം നാളിലെ 100 പാലും വഴിപാട് ഭക്തർക്ക് വിശ്വാസദായകമാണ്. മകരമാസത്തിലെ ഭരണിനാളാണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറി ഉത്സവമാണ് പതിവ്. കൊടിയേറി 5-ാം നാൾ മകരഭരണി ദിവസം വെളുപ്പിന് എഴുന്നള്ളത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഈറനൊടുത്ത് ആപ്പിണ്ടി എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. സന്താനഭാഗ്യത്തിനായി തൊട്ടിലും കുട്ടിയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും മംഗല്യഭാഗ്യത്തിനായി താലി ചാർത്തിക്കുന്നതും വിശേഷാൽ വഴിപാടുകളാണ്. ഭുവനേശ്വരി ഭവാനി. മംഗമാർ സ്വന്തം കൈയാൽ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന വലഞ്ചുഴി പൊങ്കാല കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. പരമേശ്വരി ശിവാനി, അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾ. കുംഭമാസത്തിലെ രാത്രിമഴ പെയ്തു തോർന്ന മഞ്ഞു നിറഞ്ഞ പ്രഭാതത്തിൽ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒത്തുചേരുന്നത്. പരമേശ്വരി ഭവാനി, പരമേശ്വരി ശിവാനി. ക്ഷേത്രത്തിനു മുന്നിലെ ഭണ്ഡാരയടുപ്പിൽ ദേവിക്കുള്ള നിവേദ്യമായ പായസം പാകമാകുമ്പോൾ തന്നെ ക്ഷേത്ര അങ്കണത്തിലും അച്ചൻ കോവിലാറിന്റെ പ്രദക്ഷിണ തീരങ്ങളിലും കൂട്ടിവച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അടുപ്പുകല്ലുകളിലെ പായസക്കലങ്ങളിൽ അരിയും ശർക്കരയും പഴം നുറുക്കും കൽക്കണ്ടവും നെയ്യും ചേർത്ത് ദേവിയുടെ വഴിപാടുകളിലൊന്നായ പൊങ്കാല അർപ്പിക്കൽ നടക്കുകയായി. ഈ വേളകളിൽ തിടമ്പിലേറിയ ദേവീരൂപം വാദ്യമേളങ്ങളോടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്കടുത്തേക്ക് എഴുന്നള്ളുന്നു. മന്വന്തരങ്ങൾ മുങ്ങിക്കുളിച്ചൊരി തിടമ്പിലേറി വരുന്ന ദേവിയെ കണ്ട് പൊങ്കാല ദേവിക്ക് മുന്നിൽ നിവേദ്യമായി സമർപ്പിച്ച് ഭക്തജനങ്ങൾ ദർശനപുണ്യം നേടുമ്പോൾ പ്രശസ്തമായ വലഞ്ചുഴി പൊങ്കാലയ്ക്ക് സമാപനമാകുന്നു. കുളതീർത്ഥക്കരയിൽ 4 യുഗങ്ങളെ കാവൽ നിർത്തുന്ന വലഞ്ചുഴി ദേശത്തിന്റെ ആകാശനീലിമകളിൽ സ്വർണമന്ദാരങ്ങളുടെ നിറം പടർത്തി സൂര്യഭഗവാൻ യാത്ര ചോദിക്കവേ സായാഹ്ന പൂജകൾക്കായി വലഞ്ചുഴി ദേവിയുടെ തിരുനട തുറന്ന് മണികൾ മുഴങ്ങി. ആശ്രയമേകണം നീ, അടിയങ്ങൾക്കാശ്രയമേകണം. ധ്യാനത്തിൽ മുഴുകിയിരുന്ന
ഈ മനോഹാരിതയിലെ ഇലകളും പൂക്കളും മരങ്ങളും പുഴയ്ക്കുമീതെ ഉരുണ്ടു വീഴുന്ന ചെറു കാറ്റുമൊക്കെ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും സംഗമിക്കുന്ന ഈ ചരാചരങ്ങളുടെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം, ആത്മാവിന്റെ നീലസരസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീരൂപത്തെ ഓരോ നിമിഷത്തിലും നമുക്ക് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത് പോലെ. കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ ദീപങ്ങൾക്ക് നടുവിൽ അലങ്കാര പൂജകൾ കഴിഞ്ഞ് തൂമന്ദഹാസവുമായി നിൽക്കുന്ന സുന്ദരരൂപിണിയായ ദേവി. ഈ ദർശന സൗഭാഗ്യം ഏതോ ജന്മാന്തര പുണ്യം പോലെ ആത്മാവിന് സായുജ്യമാകുമ്പോൾ, ദേവി, നിന്റെ പുണ്യദർശനം എന്റെ ആത്മാവിൽ തെളിയിച്ച നിലാവഴികളിലൂടെ പരമാത്മാവിനെ തേടിയുള്ള എന്റെ യാത്ര തുടങ്ങുകയായി. ആരുവേദങ്ങളെ നാവിലുണർത്തുന്ന സർവവിജ്ഞാനത്തിൻ നിറവിൽ ആശ്രയമേകണം നീ, അടിയങ്ങൾക്കാശ്രയമേകണം നീ. ഭുവനേശ്വരി ഭവാനി പരമേശ്വരി ശിവാനി, അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾക്കേകണമാശ്രയം നീ, അടിയങ്ങൾക്കേകണമാശ്രയം നീ. ഭുവനേശ്വരി ഭവാനി. എതിരാളികളെ അടിച്ചമർത്തുന്നവൻ ഭീരുവും പരാജിതനുമാണ്. എതിരാളികളെ സുഹൃത്താക്കുന്നവനാണ് ധീരനും വിജയിയും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.